ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ കുറേ നാളായിട്ടോ അമ്മയുടെ പാർലർ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട്. ആക്ച്വലി ഞാൻ ഹെയറിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒത്തിരി നാളായി. കുറച്ച് നാളായിട്ട് ഇങ്ങനെ അടക്കം ഒതുക്കമായിട്ടൊക്കെ നടക്കുമായിരുന്നു എന്നല്ല, കുറച്ച് നാളായിട്ട് തിരക്കായിരുന്നു. ക്ലാസ്സസും അങ്ങനത്തെ ബഹളവും, പിന്നെ എനിക്ക് ഇടയ്ക്ക് വയ്യാണ്ടൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു ചേഞ്ച് വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് പാർലറിലോട്ട് പോയി. ഇതാണ് എൻ്റെ കറണ്ട് ഹെയറിൻ്റെ ലുക്ക്. അപ്പോൾ ഇതൊന്ന് മാറ്റി പിടിക്കാം. ഹെയർ കളർ ചെയ്തിട്ടും കട്ട് ചെയ്തിട്ടൊക്കെ കുറേ നാളായി. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണമായിരുന്നു. അപ്പം അങ്ങനെ അവിടെ ചെന്നിരുന്നപ്പോഴത്തേക്കും ചിന്നുകുഞ്ഞിയും അമ്മൂസും കൂടെ വന്നു. അവർ നാരങ്ങ മിഠായി മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞാനത് തിന്നിങ്ങനെ എൻജോയ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ എടുക്കുന്നത് അമ്മൂസാണ് കേട്ടോ. അപ്പോൾ അവളുടെ വീഡിയോഗ്രാഫിയുടെ ഒരു ഫലമായിട്ട് അവളുടെ കൈ ലെൻസിൽ പതിച്ചിട്ടാണ് ഈ ഒരു ഫ്രെയിം കാണുന്നത്. അമ്മ അപ്പോൾ എനിക്ക് ഹെയർ കട്ട് ചെയ്ത് തരുവാണ്. സോ ഒരു ലെയർ ടൈപ്പാണ് കേട്ടോ ഹെയർ കട്ട് ചെയ്യുന്നത്. പിന്നെ എൻ്റെ മുടിയിൽ ലൈക്ക് എൻ്റെതുപോലത്തെ മുടി വരുന്ന ആൾക്കാർക്ക്, ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ വരുന്ന ആൾക്കാർക്ക് ലെയർ കട്ട് ചെയ്താലും സ്റ്റെപ്പ് കട്ട് ചെയ്താലും എന്ത് കട്ട് ചെയ്താലും ഒരു വ്യത്യാസം തോന്നത്തില്ല. ഒന്ന് ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്തിടുമ്പോൾ, ഒന്ന് സെറ്റ് ചെയ്തൊക്കെ ഇടുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു കട്ട് ചെയ്തതിൻ്റെ ഭംഗിയൊക്കെ അറിയാൻ പറ്റും. അല്ലാണ്ട് എന്ത് കട്ട് ചെയ്താലും മുടി ഇങ്ങനെ നീളനെ തന്നെ കിടക്കും. എനിക്ക് അതുകൊണ്ട് ഇങ്ങനെ വേവി കേളി ഹെയർസ് ഉള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഭയങ്കര അസൂയ ആ കാര്യത്തിൽ. സോ അമ്മ ആദ്യം തന്നെ ലിക്വിഡ് പ്രോട്ടീൻ മെട്രിക്സിൻ്റെ ലിക്വിഡ് പ്രോട്ടീൻ അപ്ലൈ ചെയ്യുവാണ്. സെഷൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഓരോ സെഷനിലായിട്ട് അത് അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് ആദ്യം പ്രീ ലൈറ്റനിങ് ആണ് ചെയ്യുന്നത്. പ്രീ ലൈറ്റനിങ് ഏകദേശം ഒരു 1.5 hours ഇട്ടിരുന്നു. കാരണം എൻ്റെ ഹെയറിൽ ആ കളർ ഒന്ന് മാറി കിട്ടാനായിട്ട് ഒരുപാട് ടൈം എടുക്കും. ഭയങ്കര ഹാർഡാണെന്ന് തോന്നുന്നു എൻ്റെ മുടി, എന്താണെന്നറിയില്ല. അപ്പോൾ ആ ടൈമിന് ഞാൻ ഇപ്പുറത്തോട്ട് ചാടി എനിക്ക് വാക്സൊക്കെ ഒന്ന് ചെയ്യണമായിരുന്നു. അപ്പം ഞാൻ വാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വാക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രീ ലൈറ്റനിങ് ചെയ്തിരുന്നത് വാഷ് ഓഫ് ചെയ്തിട്ടാണ് നമ്മുടെ ആക്ച്വൽ കളർ അതിൻ്റെ മുകളിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ഈ പ്രാവശ്യം ഒരു മജന്ത ഷെയ്ഡാണ് കേട്ടോ ചൂസ് ചെയ്തത്. അപ്പോൾ അതും ഏകദേശം ഒരു 45 minutes ഇട്ടതിന് ശേഷം വാഷ് ഓഫ് ചെയ്ത് കളയുക ചെയ്തത്. വാഷ് ചെയ്തപ്പോൾ യൂസ് ചെയ്ത ഷാമ്പൂവും കണ്ടീഷണറും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. ഭയങ്കര ആ ചോക്ലേറ്റിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബ്ലോ ഡ്രൈ ചെയ്തപ്പോഴത്തേക്കും കേൾ ചെയ്തിടണമെന്ന് ചോദിച്ചു. പക്ഷേ അതിനുള്ള ടൈം കിട്ടിയില്ല. ചെയ്തപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. കുറേ നാളായി ഞാൻ കളറൊക്കെ ചെയ്തിട്ട്. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. പെട്ടെന്നൊന്ന് എന്തോ ഒരു ചേഞ്ച് വന്നതുപോലെ ഫീൽ ചെയ്തു. സോ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ.